നമസ്കാരം. പ്രധാന വാർത്തകൾ. പെരിന്തൽമണ്ണ കുന്നപ്പള്ളിയിൽ ഒരു വീട്ടിലെ 2 സ്ത്രീകളുടെ മരണങ്ങൾക്ക് പിന്നിൽ ദുരൂഹതയെന്ന ബന്ധുക്കൾ. ഭാസ്കരൻ എന്നയാളുടെ ആദ്യ ഭാര്യയും രണ്ടാമത്തെ ഭാര്യയുമാണ് തീപ്പൊള്ളലേറ്റ് മരിച്ചത്. സംഭവത്തിൽ സമഗ്ര അന്വേഷണം വേണമെന്നും ബന്ധുക്കൾ. റോഡപകടങ്ങളിൽ 2 മരണം. പാണ്ടിക്കാട് ടിപ്പർ ലോറി ഇടിച്ച് കാൽനട യാത്രക്കാരി മരിച്ചു. 40 വയസ്സുള്ള ഹേമലതയാണ് മരിച്ചത്. അമ്പലപ്പാറ ചുനങ്ങാട് ബൈക്കുകൾ കൂട്ടിയിടിച്ച് യുവാവ് മരിച്ചു. 40-കാരനായ അബ്ദുൽ നാസറാണ് മരിച്ചത്. തൃക്കടിരിയിൽ സിപിഐ നേതാവിന്റെ ആത്മഹത്യ, വായ്പാ തിരിച്ചടവ് മുടങ്ങിയതിന് ജപ്തി നോട്ടീസ് വന്നതിന്റെ മനോവിഷമത്തിലെന്ന ബന്ധുക്കൾ. സിപിഐ ബ്രാഞ്ച് സെക്രട്ടറിയായ നന്ദകുമാറാണ് കഴിഞ്ഞ ദിവസം ആത്മഹത്യ ചെയ്തത്. ഷൊർണൂർ ഒറ്റപ്പാലം മേലാറ്റൂർ ഉപജില്ലാ കലോത്സവങ്ങൾ സമാപിച്ചു. അവസാന ദിവസവും നടന്നത് ആവേശകരമായ മത്സരങ്ങൾ. പട്ടാമ്പി ഉപജില്ലാ കലോത്സവം വെള്ളിയാഴ്ച സമാപിക്കും. വർദ്ധിച്ചുവരുന്ന വാഹനാപകടങ്ങൾ ഇല്ലാതാക്കാൻ സമൂഹം കൂടുതൽ ബോധവാന്മാരാകണമെന്ന് റോഡ് ആക്സിഡന്റ് ഫോറം സംസ്ഥാന പ്രസിഡന്റ് ഡോക്ടർ KM അബ്ദു. വീട്ടമ്മമാരിലൂടെ ഉൾപ്പെടെ പുതിയ റോഡ് സംസ്കാരം രൂപപ്പെടുത്താനും പ്രചരണ പരിപാടികൾ. വിശദമായ വാർത്തകളിലേക്ക്. പെരിന്തൽമണ്ണ കുന്നപ്പള്ളി മേനകത്ത് വീട്ടിലെ 2 സ്ത്രീകളുടെ മരണങ്ങൾക്ക് പിന്നിൽ ദുരൂഹതയെന്ന് ബന്ധുക്കൾ. സംഭവവുമായി ബന്ധപ്പെട്ട അന്വേഷണം നടത്തണമെന്ന് ബന്ധുക്കൾ ആവശ്യപ്പെട്ടു. ഭാസ്കരൻ എന്നയാളുടെ ആദ്യ ഭാര്യയെയും രണ്ടാമത്തെ ഭാര്യയെയും തീപ്പൊള്ളലേറ്റ് മരിച്ച നിലയിലാണ് കണ്ടെത്തിയത്. മരണകാരണം കണ്ടെത്തണമെന്നും ദുരൂഹത നീക്കണമെന്നും ആവശ്യപ്പെട്ട ബന്ധുക്കൾ പെരിന്തൽമണ്ണ ഡിവൈഎസ്പിക്ക് പരാതി നൽകി. മേനകത്ത് വീട്ടിൽ ഭാസ്കരന്റെ 2 ഭാര്യമാരും ദുരൂഹ സാഹചര്യത്തിലാണ് മരിച്ചത്. ഭാസ്കരന്റെ രണ്ടാമത്തെ ഭാര്യയായിരുന്ന അങ്ങാടിപ്പുറം ചരക്കാപ്പറമ്പ് സ്വദേശിനി വത്സലയെ ഓഗസ്റ്റ് 24-ന് പുലർച്ചെ കത്തിക്കരിഞ്ഞ നിലയിൽ കണ്ടെത്തിയിരുന്നു. വത്സലയെ ഭാസ്കരൻ വർഷങ്ങളായി ശാരീരികമായും മാനസികമായും പീഡിപ്പിക്കുകയായിരുന്നു എന്നാണ് ബന്ധുക്കളുടെ പരാതി. മരണകാരണം കണ്ടെത്തണമെന്നും ദുരൂഹത നീക്കണമെന്നും ആവശ്യപ്പെട്ട് ബന്ധുക്കൾ പെരിന്തൽമണ്ണ ഡിവൈഎസ്പിക്ക് പരാതി നൽകി. അടുക്കളയോട് ചേർന്നുള്ള ഭാഗത്ത് കത്തിക്കരിഞ്ഞ നിലയിലാണ് കഴിഞ്ഞ ഓഗസ്റ്റ് 24-ന് വത്സലയുടെ മൃതദേഹം കണ്ടത്. ഇത് സംബന്ധിച്ച് വലിയ ദുരൂഹതകളാണ് വത്സലയുടെ കുടുംബം ആരോപിക്കുന്നത്. വർഷങ്ങളായുള്ള ശാരീരിക മാനസിക പീഡനത്തെ തുടർന്ന് ഇവർ കടുത്ത മാനസിക സമ്മർദ്ദത്തിലായിരുന്നതായി പറയുന്നു. ഭാസ്കരൻ വത്സലയെ ശാരീരികമായി ഉപദ്രവിക്കാറുണ്ടായിരുന്നു എന്നാണ് ബന്ധുക്കളുടെ ആരോപണം. രണ്ടാമത്തെ മരണമാണ്. ആദ്യത്തെ ഭാര്യ ഗ്യാസ് പൊട്ടി തെറിച്ച് വെച്ചാണ്. രണ്ടാമത്തെ എൻ്റെ പെങ്ങള് മണ്ണെണ്ണ തീ കൊത്തി വെച്ചാണ്. അതിനെ ഉപദ്രവിച്ചിട്ട് അതിനെ അവളെ ബുദ്ധിമുട്ടായിട്ട് വെച്ചാണ്. അത് എൻ്റെ മൂത്ത പെങ്ങളെ മുമ്പിൽ വെച്ചിട്ട് അടിച്ചിട്ടുണ്ട്. എന്നിട്ട് ഞാൻ ചോദിക്കാൻ പോയിട്ടില്ല, എങ്ങനെയും ജീവിച്ച് പോട്ടെ ചോദിച്ചു നിന്നാണ്. പക്ഷെ എങ്ങനെ സംഭവിക്കുമെന്ന് അറിഞ്ഞിട്ടില്ല. സംഭവിച്ചപ്പോൾ ഇതുവരെ ദിവസമായി, കഴിഞ്ഞ മാസം 24-ാം തീയതിയാണ് മരിച്ചത്. ഇതുവരെ ഞങ്ങൾക്ക് അതിനെ പറ്റിയൊരു തുമ്പും പാലും കിട്ടുന്നില്ല. എല്ലാവരും അന്വേഷണമുണ്ട്, എല്ലാ ചെക്കപ്പും കാര്യമൊക്കെ നടത്തിയാണ്. ഇതുവരെ അതിനൊരു റിസൾട്ട് ഞങ്ങൾക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല. അതിനൊരു വാൽന്നുമ്പും കിട്ടിയിട്ടില്ല. അത് കിട്ടണം, കിട്ടിയേ പറ്റൂ. ഉണ്ടായിരുന്നു, ഉപദ്രവം ഉണ്ടായിരുന്നു പറഞ്ഞു. മൂത്ത പെങ്ങളെ പറഞ്ഞത് എൻ്റെ മുമ്പിൽ വെച്ച് അടിച്ചിട്ടുണ്ട്. എന്നോട് പാട് പറഞ്ഞിട്ടുണ്ട്. അത് ലാസ്റ്റ് വെച്ചിട്ടാണ് പറഞ്ഞത്. അപ്പം ഞാൻ പറഞ്ഞു അങ്ങനെ ബുദ്ധിമുട്ടിച്ച് അവിടെ ജീവിക്കണമെന്ന് ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. അപ്പം പറഞ്ഞു ഞാൻ എങ്ങനെയും അവിടെ ജീവിച്ചു പോയി കോട്ടയം എന്ന് പറഞ്ഞിട്ടാണ് പോയത് പറഞ്ഞത്. 22 വർഷം മുൻപ് ഭാസ്കരന്റെ ആദ്യ ഭാര്യ തീപ്പൊള്ളലേറ്റ് മരിച്ചിരുന്നു. അടുക്കളയിൽ ഗ്യാസ് പൊട്ടിത്തെറിച്ചാണ് ഈ അപകടം ഉണ്ടായതെന്നാണ് ഭാസ്കരന്റെ വീട്ടുകാർ അന്ന് പറഞ്ഞിരുന്നത്. ആദ്യ ഭാര്യയുടെ മരണത്തെ തുടർന്നാണ് ഭാസ്കരൻ വത്സലയെ 2ാം വിവാഹം കഴിച്ചത്. ഭാസ്കരന്റെ ആദ്യ ഭാര്യയിൽ 2 മക്കളുണ്ട്. ഒരാൾ വിദേശത്തും മറ്റൊരാൾ മഞ്ചേരിയിലുമാണ് താമസം. ഭാസ്കരനും വത്സലയും മാത്രമായിരുന്നു കുന്നപ്പള്ളിയിലെ വീട്ടിൽ ഉണ്ടായിരുന്നത്. പുലർച്ചെ ഭാസ്കരന് ചായ കൊടുത്ത ശേഷമാണ് ഈ സംഭവം ഉണ്ടായതെന്നാണ് ഭാസ്കരൻ പോലീസിന് നൽകിയ മൊഴിയിൽ പറയുന്നത്. മൃതദേഹം കണ്ടെത്തുമ്പോൾ ശരീരത്തിന്റെ പകുതിയിലേറെ ഭാഗവും കത്തിക്കരിഞ്ഞ നിലയിലായിരുന്നു. മരണസമയത്ത് ഭാസ്കരൻ വീട്ടിലുണ്ടായിരുന്നു. ഇതെല്ലാം നടന്നിട്ടും ഒരു ശബ്ദം പോലും ഭാസ്കരൻ കേട്ടില്ല എന്ന് പറയുന്നത് സംശയങ്ങൾ കൂടുതൽ ബലപ്പെടുത്തുന്നു. വർഷങ്ങൾക്ക് മുൻപ് ഗ്യാസ് പൊട്ടിത്തെറിച്ച് ആദ്യ ഭാര്യ മരിക്കുന്നു. ഇപ്പോൾ വത്സലയും അതേ രീതിയിൽ മരണപ്പെടുന്നു. ഇതിനാൽ ഈ മരണങ്ങൾ ദുരൂഹതയുണ്ടെന്നും അന്വേഷിക്കണമെന്നും ആവശ്യം ഉയരുകയാണ്. വീട്ടുകാരെ സംബന്ധിച്ചിടത്തോളം അവിടെ 2ാമത്തെ ഒരു മരണമാണ് നടക്കുന്നത്. അതിൽ എല്ലാ പൊതുജനങ്ങൾക്കും എന്താണ് അവിടെ സംഭവിച്ചത് എന്നറിയാനും അവിടെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നറിയാൻ ജനങ്ങൾ നിരന്തരം നമ്മളോട് ആവശ്യപ്പെടുകയും ചോദിക്കുകയും ചെയ്യുന്നിട്ടുണ്ട്. പോലീസ് മരണം നടന്ന സമയം മുതൽ പോലീസ് അതിൻ്റെ അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് അവരുടെ വത്സല ചേച്ചിയുടെ കുടുംബാംഗങ്ങൾ പോലീസിൽ പരാതിപ്പെടുകയും അതിൻ്റെ അന്വേഷണം നടക്കുകയും ചെയ്തിട്ടുണ്ട്. അന്വേഷണത്തിൻ്റെ ഭാഗമായി നമ്മളടുത്ത് വരികയും നമുക്കറിയാവുന്ന കാര്യങ്ങൾ നമ്മൾ പോലീസിൽ വരെ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. അതെ, കൃത്യമായിട്ട് അന്വേഷണം വരേണ്ടത്. ഇവിടെ കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം അവർക്കൊരു നീതി കിട്ടുന്നതിന് വേണ്ടി
അവർക്കൊരു മറുപടി എന്നുള്ള രീതിയിൽ അന്വേഷണം നടത്തേണ്ടതന്നെയാണ്. 2 മരണങ്ങൾക്കും സമാന സ്വഭാവം ഉള്ളതുകൊണ്ട് ഇതിൽ ദുരൂഹത നീക്കണമെന്ന് നാട്ടുകാരും ആവശ്യപ്പെടുന്നു. അങ്ങനെ തല്ലിൻ്റെ ചേച്ചി പറഞ്ഞിട്ട് തന്നെ അന്ന് പനിയൊക്കെ വന്നപ്പോൾ ഇവിടെ വന്ന് പറഞ്ഞില്ലേ, പനിക്കാണ് എന്നെ തച്ചിട്ടാണ് അങ്ങനെ താട്ടിനോടും അല്ലാത്തതിനോടും ഇന്നോടൊക്കെ അവൾ പറഞ്ഞു. പിന്നെ ഞാൻ കാണുകയും ചെയ്തിട്ടുണ്ടു. ഒരു ദിവസം മുടി ആസ്പത്രിയിൽ അവിടെ നിന്ന് പോയിട്ട് അവിടെ ആസ്പത്രിയിൽ പോയി വന്നിട്ട് അവളെ കടക്കണോടത്തുനിന്ന് അവളെ വലിച്ചുകൊണ്ട് മൂപ്പരാണ് കൊണ്ടുപോയത്. കടക്കാൻ പാടില്ല പറഞ്ഞിട്ട് വലിച്ചുകൊണ്ടാണ് പോയി. അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. വത്സലയുടെ കുടുംബത്തിന്റെ പരാതിയിൽ പെരിന്തൽമണ്ണ പോലീസ് അസ്വാഭാവിക മരണത്തിന് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. സംഭവവുമായി ബന്ധപ്പെട്ട് അന്വേഷണം നടത്തുമെന്ന് പെരിന്തൽമണ്ണ ഡിവൈഎസ്പി അറിയിച്ചു. ടിപ്പർ ലോറി ഇടിച്ച് കാൽനട യാത്രക്കാരി മരിച്ചു. പാണ്ടിക്കാട് മഞ്ചേരി റോഡിൽ നിയോ ഹോസ്പിറ്റലിന് സമീപം വ്യാഴാഴ്ച പുലർച്ചെ 5 മണിയോടെയാണ് അപകടം സംഭവിച്ചത്. മേലാറ്റൂർ സ്വദേശിനി കിഴക്കേക്കര ഹേമലത ആണ് മരിച്ചത്. ഒപ്പമുണ്ടായിരുന്ന എപ്പിക്കാട് സ്വദേശിനി തേലക്കാട് സിന്ധുവിന് ഗുരുതര പരിക്കേൽക്കുകയും ചെയ്തു. ഹോസ്പിറ്റലിന് മുൻപിലുള്ള കടയിൽ നിന്ന് റോഡ് മുറിച്ചു കടക്കാൻ ശ്രമിക്കുന്നതിനിടെ മഞ്ചേരി ഭാഗത്തേക്ക് പോവുകയായിരുന്ന ലോറി ഇടിച്ചാണ് അപകടം സംഭവിച്ചത്. ഹേമലത സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ മരിച്ചു. സിന്ധുമോൾ പെരിന്തൽമണ്ണയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ്. മിനി ലോറി ഇടിച്ച് കാൽനടയാത്രക്കാരിക്ക് ദാരുണാന്ത്യം. പാണ്ടിക്കാട് മഞ്ചേരി റോഡിൽ നിയോ ഹോസ്പിറ്റലിന് സമീപം വ്യാഴാഴ്ച പുലർച്ചെ 5ഓടെയാണ് അപകടം. മേലാറ്റൂർ സ്വദേശിനി കിഴക്കേക്കര ഹേമലത 40 വയസ്സാണ് മരിച്ചത്. ഒപ്പമുണ്ടായിരുന്ന ഏപ്പിക്കാട് സ്വദേശിനി തേലക്കാട് സിന്ധുമോൾക്ക് ഗുരുതര പരിക്കേൽക്കുകയും ചെയ്തു. കടയിൽ നിന്ന് ഹോസ്പിറ്റലിലെത്താൻ റോഡ് മുറിച്ചു കടക്കാൻ ശ്രമിക്കുന്നതിനിടെ മഞ്ചേരി ഭാഗത്തേക്ക് പോകുകയായിരുന്ന ലോറി ഇടിച്ചാണ് അപകടം. ഹേമലത സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ മരിച്ചു. സിന്ധുമോൾ പെരിന്തൽമണ്ണയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ്. ന്യൂസ് ബ്യൂറോ, പാണ്ടിക്കാട്. അമ്പലപ്പാറ ചുനങ്ങാട് ഉണ്ണിവൈദ്യർപടിക്ക് സമീപം ബൈക്കുകൾ കൂട്ടിയിടിച്ച് യുവാവ് മരിച്ചു. അമ്പലപ്പാറ കിഴക്ക് റോഡ് പൊട്ടച്ചിറ വീട്ടിൽ 40-കാരനായ അബ്ദുൽ നാസറാണ് മരിച്ചത്. കടമ്പടിപ്പുറം ആലങ്ങാട് സ്വദേശി ബിനീഷ് കുര്യന് ഗുരുതര പരിക്കേറ്റു. ബുധനാഴ്ച രാത്രി 9:20 അപകടം സംഭവിച്ചത്. ഗുരുതര പരിക്കേറ്റ ഇരുവരെയും കണ്ടിയമ്പുറത്തെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും നാസറിനെ രക്ഷിക്കാനായില്ല. തൃക്കടിരിയിൽ CPI നേതാവ് ആത്മഹത്യ ചെയ്തതിന് പിന്നിൽ കടബാധ്യത മൂലമുള്ള മനോവിഷമമാണെന്ന ആരോപണവുമായി ബന്ധുക്കൾ. ഭവന നിർമ്മാണ സഹകരണ സംഘത്തിൽ നിന്നെടുത്ത വായ്പാ തിരിച്ചടവ് മുടങ്ങിയതുമായി ബന്ധപ്പെട്ട് വീടും സ്ഥലവും ജപ്തി ചെയ്യുമെന്ന് നോട്ടീസ് ലഭിച്ചിരുന്നതായും മരിച്ച നന്ദകുമാറിന്റെ ബന്ധുക്കൾ പറയുന്നു. കഴിഞ്ഞ ദിവസമാണ് തൃക്കടേരി തരുവക്കോണം തോന്നരംകോട് പുത്തൻ വീട്ടിൽ 43-കാരനായ നന്ദകുമാറിനെ വീട്ടിൽ ഫാനിൽ കെട്ടിത്തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. CPI തരുവക്കോണം ബ്രാഞ്ച് സെക്രട്ടറിയായിരുന്നു നന്ദകുമാർ. കടബാധിത മൂലമുള്ള മനോവിഷമമാണ് നന്ദകുമാറിനെ ആത്മഹത്യയിലേക്ക് നയിച്ചതെന്നാണ് ബന്ധുക്കൾ പറയുന്നത്. ഭവന നിർമ്മാണ സഹകരണ സംഘത്തിൽ നിന്നും വീടിനു വേണ്ടിയെടുത്ത വായ്പ തിരിച്ചടവ് മുടങ്ങിയതിനെ തുടർന്ന് വീടും സ്ഥലവും ജപ്തി ചെയ്യുമെന്ന് അറിയിച്ച് ഒരാഴ്ച മുമ്പ് നോട്ടീസ് ലഭിച്ചിരുന്നതായും ബന്ധുക്കൾ പറയുന്നു. രജിതയാണ് മരിച്ച നന്ദകുമാറിന്റെ ഭാര്യ. അശ്വതി, അശ്വിൻ, അഞ്ജന എന്നിവർ മക്കളാണ്. ശ്രീകൃഷ്ണപുരത്ത് C. അനന്തനാരായണൻ എന്ന വ്യക്തി BJP വിട്ട് CPMൽ ചേർന്നു എന്ന തരത്തിൽ ഒറ്റപ്പാലം MLAയുടെ ഫേസ്ബുക്ക് പോസ്റ്റ് ഇലക്ഷൻ സമയത്ത് ആളുകളെ പറ്റിക്കാനെന്ന് BJP നേതാക്കൾ. CPIMൽ ചേർന്നു എന്ന് പറയുന്ന ഈ വ്യക്തി 10 വർഷമായി പാർട്ടിയുമായി ഒരു ബന്ധവുമില്ലാത്ത ആളാണെന്നും BJP നേതാക്കൾ അറിയിച്ചു. നിലവിൽ BJPയിൽ നിന്നും ആരും പുറത്തു പോയിട്ടില്ല. MLA ഫേസ്ബുക്ക് പോസ്റ്റിൽ പറഞ്ഞിരിക്കുന്നത് തികച്ചും വസ്തുതാ വിരുദ്ധമാണ്. MLA പറയുന്ന നേതാവ് കുറച്ചുകാലം ശിവസേനയിൽ പ്രവർത്തിച്ചിരുന്നുവെന്നും BJP പാലക്കാട് ജില്ലാ കമ്മിറ്റി അംഗം രാജേഷ് പാർത്തല പറഞ്ഞു. CPM ലോക്കൽ കമ്മിറ്റിയുടെ ശ്രീകൃഷ്ണപുരത്തെ ഓഫീസിലെത്തിയപ്പോൾ അതെങ്ങനെയാണ് BJP പ്രവർത്തകനായി മാറിയതെന്ന് നമുക്കറിയുന്നില്ല. ബഹുമാനപ്പെട്ട MLA അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്കിലിട്ട പോസ്റ്റ് പല മാധ്യമങ്ങളും അതുപോലെ തന്നെ കുറേ പേര് ഷെയർ ചെയ്യുകയും ചെയ്തു. അതിൻ്റെ അടിസ്ഥാനത്തിൽ കുറേ പേര് ശ്രീകൃഷ്ണപുരത്തുള്ള BJPക്കാരെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്താണ് BJPയിൽ നിന്ന് ഇങ്ങനെ ഒരു കൊഴിഞ്ഞു പോക്കെന്ന്? BJPയിൽ നിന്ന് ആരും പോയിട്ടില്ല. കാലങ്ങൾക്ക് മുന്നേ BJPയുമായിട്ടുള്ള എല്ലാ സഹകരണവും നിർത്തിയ ഒരു വ്യക്തിയാണ് ഇദ്ദേഹം ശിവസേനയുടെ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോവുമായിരുന്നു. അതിനിടയ്ക്കാണ് ഇപ്പോൾ CPMലേക്ക് ചേർന്നിട്ടുള്ളത്. അപ്പോൾ അദ്ദേഹം ഏത് രാഷ്ട്രീയ പാർട്ടിയിൽ വിശ്വസിക്കണം, പ്രവർത്തിക്കണം എന്നുള്ളതൊക്കെ തന്നെ അദ്ദേഹത്തിന്റെ താല്പര്യമാണ്. അതിനൊന്നും നമ്മൾ ആരും എതിരല്ല. എന്നാൽ അദ്ദേഹം തന്നെ ഇന്നലെ സ്വീകരണം കിട്ടിയിട്ട് നിങ്ങളുടെ ചാനലിൽ തന്നെ തോന്നുന്നുണ്ട്, നമ്മൾ ഒരു ബൈറ്റ് കണ്ടു. കാലങ്ങളായിട്ട് ഞാൻ നിങ്ങൾ ചെയ്തു തരുന്ന സഹായങ്ങൾ ഏറ്റുവാങ്ങുന്ന വ്യക്തിയാണെന്നാണ് അവിടെ സംഭാഷണത്തിൽ കേട്ടപ്പോൾ മനസ്സിലായത്.
അപ്പോൾ CPM-മായി എന്നും ധാരണയിൽ തന്നെ മുന്നോട്ട് പോയിരുന്ന ഒരു വ്യക്തിയാണ് എന്ന് അദ്ദേഹം തന്നെ ആ ബൈക്കിൽ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് നമുക്കത് കൂടുതലൊന്നും പറയാനുള്ള കാര്യം അതിൽ വരുന്നില്ല. കഴിഞ്ഞ 9 വർഷമായി പാർട്ടിയുടെ പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് ആണ് താനെന്നും ഇക്കാലയളവിലൊന്നും ഈ വ്യക്തി പാർട്ടിയുമായി സഹകരിക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല എന്ന് BJP പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് വിശ്വനാഥനും മണ്ഡലം കമ്മിറ്റി അംഗമായ സജിത് നമ്പൂതിരി, ബാലകൃഷ്ണ വാര്യർ, പഞ്ചായത്ത് കമ്മിറ്റി അംഗം നന്ദൻ എന്നിവരും പറഞ്ഞു. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന സാഹചര്യത്തിൽ രാഷ്ട്രീയ മുതലെടുപ്പിനുള്ള നീക്കമാണ് ഇതിന് പിന്നിലെന്നും നേതാക്കൾ ആരോപിച്ചു. ഈ അനന്തൻ എന്ന് പറഞ്ഞ വ്യക്തി BJPക്ക് വേണ്ടി വർക്ക് ചെയ്യുക അല്ലെങ്കിൽ BJPയിലുണ്ടോ എന്നുള്ളത് സംശയമാണ്. ഞാൻ എന്റെ കൂടെ കണ്ടിട്ടില്ല. ഞാനിവിടെ അസംബ്ലി മീറ്റിംഗ് കൂടുമ്പോഴും വരാറില്ല, ഒന്നുമില്ല. പക്ഷേ അദ്ദേഹം ശിവസേനയിലാണ് വർക്ക് ചെയ്യുന്നതിന് നല്ല ഇതുണ്ട്. അപ്പൊ അതിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ്. അല്ലാതെ BJPയിൽ നിന്ന് ഒരാളും ശ്രീശാരത്തിൽ നിന്ന് അങ്ങനെ കൊഴിഞ്ഞു പോവുകയാണെങ്കിൽ ഒരു പരിസ്ഥിതി ഉണ്ടാക്കിയിട്ടുമില്ല, അത് ഉണ്ടാവുകയില്ല. എല്ലാവർക്കും അത് വളരെ സന്തോഷമായിട്ട് ഞങ്ങളുടെ കൂടെ ഒത്തു നിൽക്കുന്ന ആൾക്കാരാണ് ഈ ശ്രീശാരം BJP. ഇപ്പൊ അതുകൊണ്ട് തന്നെയാണ് ഇപ്പൊ ശ്രീ പാർത്തല രാജേഷ് പറഞ്ഞ പ്രകാരം ഇത്രയും കുറഞ്ഞ വോട്ടിൽ നിന്ന് ഇത്രയും കൂടുതൽ വോട്ട് കിട്ടാനതിന് എന്റെ കൂടെ നിൽക്കുന്ന എന്റെ ആൾക്കാരുടെ ശ്രമമാണ്, അധ്വാനമാണ് അതിന് കാണിച്ചു വെച്ചത്, ആ ഇലക്ഷനിൽ കാണിച്ചു വെച്ചത്. അപ്പോൾ അത് ഇനിയും മുന്നോട്ട് പോവല്ലാതെ കണ്ട് പിന്നോക്കം ഇനി ഉണ്ടാവില്ല. അത് ഞാൻ ഉറപ്പ് പറയുന്നു. എന്റെ ആൾക്കാർക്ക് വേണ്ട എല്ലാ കാര്യത്തിലും സഹായ സഹകരണങ്ങളും ചെയ്തു കൊടുക്കുകയും ചെയ്യും. അതിന് ഞാൻ എല്ലാമൊന്നും പറയുന്നില്ല. ഇപ്പൊ കാരണം നമ്മുടെ ജില്ലയിൽ തന്നെ തൊട്ട അസംബ്ലി മണ്ഡലത്തിൽ ഇലക്ഷൻ നടക്കുകയാണ്. അവിടേക്ക് വാട്സപ്പ് വഴിയും ഈ ഫേസ്ബുക്ക് വഴിയും കൊടുക്കാനുള്ള ഒരു പോസ്റ്റുമായി മാത്രമേ ഇതിനെ ഞങ്ങൾ കാണുന്നുള്ളൂ. കാരണം അല്ലെങ്കിൽ ഇതിന്റെ നിജസ്ഥിതി MLA തന്നെ വ്യക്തമാക്കട്ടെ. ഇന്ന വർഷത്തില് അനന്തനാരായണ C എന്ന് പറയുന്ന വ്യക്തിത്വം പാലക്കാട് ജില്ലാ കമ്മിറ്റി അംഗമായിരുന്നു എന്ന് പറയട്ടെ. റോഡ് അപകടങ്ങൾ മൂലം നാടിനും കുടുംബങ്ങൾക്കും ഉണ്ടാകുന്ന തീരാ നഷ്ടങ്ങളുടെ വേദനകൾ താങ്ങാവുന്നതിലും അപ്പുറമാണെന്ന് റോഡ് ആക്സിഡന്റ് ആക്ഷൻ ഫോറം സംസ്ഥാന പ്രസിഡന്റ് ഡോക്ടർ KM അബ്ദു പറഞ്ഞു. വാഹനാപകടങ്ങളിൽ മരണപ്പെട്ടവരുടെ ഓർമ്മ പുതുക്കൽ ദിന പരിപാടിയോടനുബന്ധിച്ച് സംഘടനയുടെ വനിതാ വിങ്ങിന്റെ ആഭിമുഖ്യത്തിൽ പെരിന്തൽമണ്ണയിൽ സംഘടിപ്പിച്ച റോഡ് സുരക്ഷാ ജനജാഗ്രതാ സദസ്സ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു ഡോക്ടർ KM അബ്ദു. വർദ്ധിച്ചുവരുന്ന വാഹനാപകടങ്ങൾ ഇല്ലാതാക്കാൻ സമൂഹം കൂടുതൽ ബോധവാന്മാരാവണമെന്ന് റോഡ് ആക്സിഡന്റ് ആക്ഷൻ ഫോറം സംസ്ഥാന പ്രസിഡന്റ് ഡോക്ടർ KM അബ്ദു പറഞ്ഞു. ഇതുമായി ബന്ധപ്പെട്ട് വിവിധങ്ങളായ ബോധവൽക്കരണ പരിപാടികളാണ് റാഫിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ചു വരുന്നതെന്നും ഡോക്ടർ KM അബ്ദു അഭിപ്രായപ്പെട്ടു. ഇന്ന് നിങ്ങളുടെ കൈകളിൽ എത്താൻ പോകുന്ന ആ ബ്രോഷറുകൾ എല്ലാ വീടുകളിലേക്കും എത്തുന്ന തരത്തിൽ ലക്ഷക്കണക്കിന് കോപ്പികൾ അടിച്ച് എല്ലാ വീടുകളിലും എത്തിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ദൗത്യമാണ് നമ്മൾ ഏറ്റെടുത്തിട്ടുള്ളത്. അതിൽ പറയുന്ന കാര്യങ്ങൾ അതെന്ത് തന്നെയായിരുന്നാലും 1 മുതൽ അവസാനം വരെ വായിച്ച് അത് വീടുകളിലുള്ളവരുമായി ചർച്ച ചെയ്ത് സമൂഹത്തിനിടയിൽ അതിന്റെ പ്രസക്തി എന്താണെന്ന് ബോധ്യപ്പെടുത്തുന്ന തരത്തിലുള്ള ഒരു പ്രവർത്തനത്തിന് നിങ്ങളെല്ലാവരും പങ്കാളികളായാൽ വരും നാളുകളിൽ ഓരോ 2.5 മണിക്കൂറിലും ഒരാൾ വീതം മരിച്ചു വീഴുന്ന റോഡ് അപകടങ്ങളെ തടയാൻ നമുക്കാവും. അതിനുവേണ്ടിയുള്ള ഒരു പ്രവർത്തനങ്ങൾ റോഡ് സുരക്ഷ എന്ന് പറയുന്നത് അത് നിയമങ്ങൾ പാലിക്കലാണ്. നിയമങ്ങൾ പാലിക്കാത്തതിന്റെ അപകടത്തെ കുറിച്ച് ബഹുമാനായ RTO സൂചിപ്പിച്ചു. ബൈക്ക് അപകടം എന്നത് നിസ്സാരമല്ല. ഏതാണ്ട് 52% അപകട മരണങ്ങൾ സംഭവിക്കുന്നത് 2 വീലർ ഉപയോഗിക്കുന്നതിന്റെ പരിണതഫലമാണ്. അതെല്ലാം തടയുന്നതിനും അതെല്ലാം നിയന്ത്രിക്കുന്നതിനും അതെല്ലാം സുരക്ഷയോടുകൂടി നമ്മൾ കൈകാര്യം ചെയ്യുന്നതിനും ബൈക്ക് ഓടിക്കുമ്പോൾ മൊബൈൽ ഉപയോഗിക്കരുത് എന്ന് മാത്രമല്ല നമ്മുടെ രക്ഷാ കവചമായ ഹെൽമറ്റ് നിർബന്ധമായും ഉപയോഗിക്കണം എന്ന് പറയാനുള്ള ആർജവം വീട്ടിലുള്ളവർക്കുണ്ടാകണം. വീട്ടമ്മമാരിലൂടെ ഒരു പുതിയ റോഡ് സംസ്കാരം രൂപപ്പെടുത്താനാകുന്ന തരത്തിലുള്ള പ്രചരണ പരിപാടികളാണ് റാഫ് നടപ്പാക്കി വരുന്നത്. 5 ലക്ഷം റോഡ് സുരക്ഷാ ലഘുരേഖകൾ സംസ്ഥാനത്തുടനീളം വിതരണം ചെയ്യും. ഒരിറ്റു ശ്രദ്ധ ഒരുപാട് ആയുസ് എന്ന റാഫിന്റെ ആപ്തവാക്യത്തിന്റെ വ്യാപ്തി മഹത്തരമായി കാണണമെന്ന് അദ്ദേഹം പറഞ്ഞു. പോലീസ്, മോട്ടോർ വാഹന വകുപ്പുകളുടെ സഹകരണത്തോടെ പെരിന്തൽമണ്ണ മൂസക്കുട്ടി ബസ് സ്റ്റാൻഡിലാണ് റോഡ് സുരക്ഷ ജനജാഗ്രതാ സദസ്സ് സംഘടിപ്പിച്ചത്. റോഡ് നിയമങ്ങൾ പാലിക്കാതെയുള്ള അമിത വേഗതയും അശ്രദ്ധയുമാണ് വാഹനാപകടങ്ങൾ വർദ്ധിക്കാൻ കാരണമാകുന്നതെന്ന് റോഡ് സുരക്ഷ ലഘുരേഖ പ്രകാശനം ചെയ്തുകൊണ്ട് പെരിന്തൽമണ്ണ സബ് റീജിയണൽ ട്രാൻസ്പോർട്ട് ഓഫീസർ M രമേശ് പറഞ്ഞു. ഇന്ത്യയിലെ കാര്യം എടുക്കുകയാണെങ്കിൽ ഒരു ദിവസം ഏതാണ്ട് 750 മുകളിൽ ആളുകളാണ് റോഡ് ആക്സിഡന്റ് എവിടെയെങ്കിലും ആയിട്ട് മരിച്ചുകൊണ്ടിരിക്കുന്നത്. അതായത് നമ്മുടെ ഒരു കൊല്ലം ഇതേപോലെ രീതിയിൽ പോവുകയാണെങ്കിൽ ഒരു 19 ലക്ഷത്തിന് മുകളിൽ ആളുകളാണ് നമ്മുടെ തരത്തിൽ ഒരു കൊല്ലം റോഡ് ആക്സിഡന്റ് മരിച്ചു വിടാൻ പോകുന്നത്. 19 ലക്ഷം എന്ന് പറഞ്ഞാൽ നമ്മുടെ പെരിന്തൽമണ്ണ താലൂക്കിലുള്ളതിനേക്കാളും കൂടുതൽ ജനങ്ങളാണ് റോഡ് ആക്സിഡന്റ് മരിച്ചു വിടാൻ പോകുന്നത്. അത് കുറയ്ക്കുക എന്നുള്ളൊരു വളരെ ശ്രമകരമായ ഒരു ദൗത്യമാണ്. ആ ദൗത്യത്തിൽ ഇതേപോലുള്ള NGO സംഘടനകൾ നടത്തുന്ന പ്രവർത്തനം ഏതായാലും വളരെ ശ്ലാഘനീയമാണ്.
ഞാനിപ്പോൾ സർവീസ് ചെയ്തിട്ട് ഏതാണ്ട് 26 കൊല്ലത്തോളമായി. ഏതാണ്ട് എല്ലാ ജില്ലകളിലും വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൽ മലപ്പുറം ജില്ലയിൽ ഇപ്പോൾ വന്നതിന് ഏതാണ്ട് 1 കൊല്ലമായി. ഈ ജില്ലയിൽ കണ്ടുവരുന്ന ഏറ്റവും വലിയൊരു വിപത്ത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹെൽമെറ്റ് ഉപയോഗം വളരെ കുറച്ച് മാത്രം ഉള്ള ഒരു ജില്ലയായിട്ട് മലപ്പുറം മാറിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് പലപ്പോഴും ബൈക്ക് യാത്രക്കാരെ ഏറ്റവും കൂടുതൽ മരിക്കുന്ന അല്ലെങ്കിൽ അപകടത്തിൽപ്പെടുന്ന ഒരു ജില്ലയായിട്ട് മലപ്പുറം മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്കറിയാം, കഴിഞ്ഞ 2 ആഴ്ച മുമ്പ് 4 പിഞ്ചു കുഞ്ഞുങ്ങൾ നമ്മുടെ നിരത്തിൽ മരിച്ചു വീണ കേസുകളുണ്ടായിരുന്നു. അപ്പോൾ ഹെൽമെറ്റ് ധരിക്കാതെ, പ്രായപൂർത്തിയാവാതെ, ലൈസൻസ് ഇല്ലാതെ നിരത്തിൽ ഉപയോഗിക്കുന്ന ഒരുപാട് സാമൂഹിക വിപത്തുകൾ ഇതിന്റെ പുറകിൽ ഒളിഞ്ഞിരിക്കുന്നുണ്ട്. വനിതാ ഫോറം ജില്ലാ ജനറൽ സെക്രട്ടറി സബ്ന തുളുവത്ത് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. റാഫു മേഖല രക്ഷാധികാരി ഡോക്ടർ അബൂബക്കർ തയ്യിൽ റോഡപകടത്തിൽ പെട്ടുപോയവരുടെ സ്ഥിതിഗതികൾ വിവരിച്ചു. പോലീസ് ഇൻസ്പെക്ടർ എൻ റിഷാദ് അലി റോഡ് സുരക്ഷാ സന്ദേശം നൽകി. റാഫ് ജനറൽ സെക്രട്ടറി വിജയൻ കൊളത്തായി, ജില്ലാ ജനറൽ സെക്രട്ടറി എ കെ ജയൻ, വൈസ് പ്രസിഡന്റ് പി കെ ജുബീന, അബൂബക്കർ തണൽ, മുന്താസ് ബീഗം, ഡോക്ടർ വിനർ ഷെരീഫ്, ബിജി തോമസ്, സി എസ് ശശികുമാർ, റഹ്മാൻ ഏലംകുളം, എം ജസീന, മുബീന, ശ്രുതി, വി എസ് സുചിത്ര, ശശി പെരിന്തൽമണ്ണ എന്നിവർ സംസാരിച്ചു. ഇടവേള. വാർത്തകൾ തുടരുന്നു. ഒറ്റപ്പാലം ഉപജില്ലാ സ്കൂൾ കലോത്സവം തൃക്കടിരിയിൽ സമാപിച്ചു. അവസാന ദിവസവും വാശിയേറിയ മത്സരങ്ങളാണ് കലോത്സവത്തിൽ അരങ്ങേറിയത്. 5 ദിവസങ്ങളിലായി നീണ്ടുനിന്ന ഒറ്റപ്പാലം ഉപജില്ലാ കലോത്സവത്തിനാണ് തൃക്കടിരി PTM ഹയർ സെക്കൻഡറി സ്കൂളിൽ സമാപനമായത്. 102 വിദ്യാലയങ്ങളിൽ നിന്നായി 5600ഓളം വിദ്യാർത്ഥികളാണ് ഉപജില്ലാ കലോത്സവത്തിൽ മാറ്റുരച്ചത്. ആവേശകരമായ ഉപജില്ലാ കലോത്സവത്തിന്റെ സമാപന ദിവസം നാടോടി നൃത്തം, നാടൻപാട്ട്, വഞ്ചിപ്പാട്ട്, ചവിട്ടുനാടകം, മാർഗംകളി, പരിചമുട്ടുകളി തുടങ്ങി 20ഓളം ഇനങ്ങളാണ് അരങ്ങേറിയത്. പരമ്പരാഗത ക്രിസ്ത്യൻ കലാരൂപമായ ചവിട്ടുനാടകം കലോത്സവ വേദിക്ക് രാജകീയ പ്രൗഢിയേകി. നാടോടിപ്പാട്ടിനൊത്ത ചടുലമായ നൃത്തച്ചുവടുകളുമായി കൊച്ചുകുട്ടികളുടെ നാടോടി നൃത്തവും കാണികൾക്ക് കൺകുളിർമയേകി. വഞ്ചിപ്പാട്ടിൻ്റെ താളവും നാടൻപാട്ടിൻ്റെ ഈണവും അവസാന ദിവസം കലോത്സവ നഗരിയെ ആവേശത്തിലാക്കി.
കലോത്സവം കാണാൻ പി മമ്മിക്കുട്ടി MLAയും വ്യാഴാഴ്ച തൃക്കടിയിലെത്തി. ഒറ്റപ്പാലം ഉപജില്ലാ കലോത്സവത്തിലെ നാടൻപാട്ട് വേദിയിൽ ആദിവാസി വിഭാഗത്തിന്റെ തോട്ടിപ്പാട്ട് അവതരിപ്പിച്ച് കാണികളെ കയ്യിലെടുത്ത വരോട് KPS MM ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികൾ. 4 ടീമുകൾ പങ്കെടുത്ത മത്സരത്തിലെ 1ാം സ്ഥാനവും ഇവർക്ക് തന്നെയാണ്. വയനാട് തിരുനെല്ലിയിലെ കാട്ടുനായ്ക്കർ ആദിവാസി ഗോത്രവിഭാഗത്തിൻ്റെ പരമ്പരാഗത ഗോത്രകലയാണ് തോട്ടിപ്പാട്ട്. ഗോത്ര സമൂഹത്തിലെ കല്യാണ അടിയന്തരം, മരണ അടിയന്തരം, ജനന അടിയന്തരം തുടങ്ങിയ വിശേഷ മുഹൂർത്തങ്ങളിലാണ് കാട്ടുനായ്ക്കർ ഗോത്രവിഭാഗക്കാർ തോട്ടിപ്പാട്ട് ആലപിക്കുന്നത്. വളരെ വിരളമായി മാത്രം കലോത്സവ വേദികളിൽ കണ്ടുവരുന്ന തോട്ടിപ്പാട്ട് കാണികളെയും കയ്യിലെടുത്തു. ഒറ്റപ്പാലം ഉപജില്ലാ കലോത്സവ വേദിയിൽ ഹയർ സെക്കൻഡറി വിഭാഗം നാടൻപാട്ട് മത്സരത്തിൽ വരോട് KPS MM ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികളാണ് തോട്ടിപ്പാട്ട് അവതരിപ്പിച്ചത്. മത്സരത്തിൽ 1ാം സ്ഥാനവും ഇവർക്ക് തന്നെയാണ്. വളരെ ആത്മവിശ്വാസത്തോടു കൂടിയാണ് മത്സരത്തിൽ പങ്കെടുത്തതെന്ന് ഇവർ പറഞ്ഞു. വയനാട്ടിലെ കാട്ടുനായ്ക്കർ എന്നുള്ള വിഭാഗമുണ്ട് തിരുനെല്ലിയിലെ. അവിടെ പാടുന്ന തോട്ടിപ്പാട്ടാണ്. കല്യാണ അടിയന്തരങ്ങൾക്ക്, അതുപോലെ തന്നെ ജനനാടിയന്തരങ്ങൾക്ക്, മരണാടിയന്തരങ്ങൾക്കൊക്കെ കാട്ടുനായ്ക്കർ വിഭാഗക്കാർ പാടി വരുന്ന പാട്ടുകളാണ്. റയറാണ് ട്രൈബൽ സോങ്ങുകൾ. ഇനിയിപ്പോൾ ഫുൾ ട്രെൻഡ് തന്നെയാണ് നിലവിൽ. ഈ പാട്ട് നമ്മളിങ്ങനെ ഇപ്പോൾ നിങ്ങൾ വന്നില്ലേ ഇങ്ങോട്ട്, അതന്നെ അത് വരുത്തു നമ്മൾ ആരെയും. അല്ല, അതാണ് നമ്മൾ കാണുമ്പോൾ എല്ലാവരും അനങ്ങുമല്ലോ, അതിനുള്ളൊരു വൈബുണ്ട് ഈ പാട്ടിന്. നന്നായി ചെയ്തപ്പോഴായിരുന്നു നമുക്ക് സന്തോഷം. അതാണ് 4 ദിവസമായി വല്ലപ്പുഴയിൽ നടന്നു വന്ന ഷൊർണൂർ ഉപജില്ലാ സ്കൂൾ കലോത്സവം സമാപിച്ചു. അവസാന ദിനവും ശ്രുതി സാന്ദ്രമായിരുന്നു വേദികൾ. വല്ലപ്പുഴയിൽ 4 ദിവസം കലാരാവുകൾ സമ്മാനിച്ചാണ് ഷൊർണൂർ ഉപജില്ലാ കലോത്സവത്തിന് കൊടിയിറങ്ങിയത്. അവസാന ദിവസവും 10 വേദികളിൽ മത്സരങ്ങൾ നടന്നു. വേദി 1-ൽ നടന്ന LP UP വിഭാഗം നാടോടി നൃത്ത മത്സരങ്ങളായിരുന്നു സമാപന ദിവസത്തെ നടനമയമാക്കിയത്. നിറഞ്ഞ സദസ്സിന് മുന്നിലായിരുന്നു മത്സരാർത്ഥികളുടെ പ്രകടനം. കുഞ്ഞപപ്പടം, പിന്നെ കടുമുറ തിന്നുവാൻ മസാല പപ്പടം. പപ്പടം വേണമയ്യാന പണ്ടാരത്തി മുത്തുലക്ഷ്മി, ഉഴുന്നും കാരവും ഉപ്പും ചേർത്തരും. താഴ്ത്തി വിതയ്യടാ
വേദി 2 നടന്ന ചെണ്ട തായമ്പക മത്സരങ്ങളും കലോത്സവ നഗരിയിൽ പൂരപ്രതീതി തീർത്തു. സംഘനൃത്തം, ബാൻഡ് മേളം, അറബിക് സംഘഗാനം, വൃന്ദവാദ്യം, വയലിൻ, നാടകം തുടങ്ങിയ മത്സരങ്ങളും വ്യാഴാഴ്ച നടന്നു. പട്ടാമ്പി ഉപജില്ലാ സ്കൂൾ കലോത്സവത്തിന് വെള്ളിയാഴ്ച തിരശ്ശീല വീണ്ടും. സ്കൂളുകൾ തമ്മിലുള്ള ഇഞ്ചോടിഞ്ച് പോരാട്ടം തുടരുകയാണ്. എടപ്പലം, പരുതൂർ, നടുവട്ടം സ്കൂളുകൾ മുന്നേറ്റം തുടരുന്നു. 5 ദിവസങ്ങളിലായി വിളയൂർ, എടപ്പലം, PTM, യത്തീംഖാന ഹയർ സെക്കൻഡറി സ്കൂളിലാണ് പട്ടാമ്പി ഉപജില്ലാ കലോത്സവം നടന്നുവരുന്നത്. മേളയുടെ 4ാം ദിനത്തിൽ മാപ്പിള കലകളുടെ വേലിയേറ്റമായിരുന്നു വേദി 1 അരങ്ങേറിയത്. ഒപ്പനയും കൊൽക്കളിയും ഉൾപ്പെടെയുള്ള മത്സര ഇനങ്ങൾക്ക് വലിയ ജനപങ്കാളിത്തമാണ് സാക്ഷ്യം വഹിച്ചത്. സംഘഗാനം, ദഫ്മുട്ട്, വട്ടപ്പാട്ട്, സംഘനൃത്തം ഉൾപ്പെടെയുള്ള ഇനങ്ങളും 4ാം നാളിൽ നടന്നു. കാടിന്റെ കണ്ണിനെ അമ്മയ കാടിനെ തേടി മദനത്തിനരശന ഇറയൊരു വിധത്തിൽ
മേള വെള്ളിയാഴ്ച സമാപിക്കും. സമാപന ദിവസവും 10ഓളം വേദികളിലായി മത്സരങ്ങൾ നടക്കും. ഹൈസ്കൂൾ, ഹയർ സെക്കൻഡറി വിഭാഗങ്ങളിലായി എടപ്പലം, പരുതൂർ, നടുവട്ടം സ്കൂളുകൾ പോയിന്റ് നിലയിൽ മുന്നേറ്റം തുടരുകയാണ്. പട്ടാമ്പി ഉപജില്ലാ കലോത്സവത്തിൽ താരമായി അനങ്കക്കിളി. UP വിഭാഗത്തിൽ മത്സരിച്ച 3 വ്യക്തിഗത ഇനങ്ങളിലും ഇത്തവണയും അനങ്കക്കിളിക്ക് തന്നെയാണ് ഒന്നാം സ്ഥാനം. UP വിഭാഗം ദേശഭക്തി ഗാനാലാപനത്തിലും ഉറുദു സംഘഗാനത്തിലും അനങ്കക്കിളി പങ്കെടുക്കുന്നുണ്ട്. കഴിഞ്ഞ വർഷത്തെ ഉജ്ജ്വല ബാല്യ പുരസ്കാര ജേതാവ് കൂടിയാണ് ഈ മിടുക്കി. കൊടുമ്പുണ്ട നിരപ്പറമ്പിൽ ജിതേഷിൻ്റെയും ഷൈനിയുടെയും മകളായ അനങ്കക്കിളി ഇവരുടെ ശിക്ഷണത്തിൽ തന്നെയാണ് നൃത്തം അഭ്യസിക്കുന്നത്. ഇന്ത്യയിലെ ഒട്ടുമിക്ക വേദികളിലും ഈ മിടുക്കി ഭരതനാട്യം അവതരിപ്പിച്ചിട്ടുണ്ട്. നിരവധി പുരസ്കാരങ്ങളും ഇതിനകം തേടിയെത്തി. നല്ല സന്തോഷം തോന്നുന്നുണ്ട്. ഈ കുച്ചിപ്പുടിയൊക്കെ വെക്കുമ്പോ നല്ല തലവേദനയായിരുന്നു. അതുകൊണ്ട് അങ്ങനെ കളിക്കാൻ അങ്ങോട്ട് കേറിയപ്പോ ഇരുന്ന് കരയായിരുന്നു. നല്ല വേദന ഉണ്ടായിരുന്നു. അതുകൊണ്ട് കളിക്കുമ്പോ അങ്ങോട്ട് ഒക്കെ പോയി. അതുകൊണ്ട് നന്നായി കളിക്കാനും പറ്റി. കഴിഞ്ഞ കൊല്ലം 3 കിട്ടി, അതിന്റെ മുന്നത്തെ കൊല്ലം 3 കിട്ടി. 1 മണിക്കൂറോളം നീണ്ടു നിൽക്കുന്ന ഭരതനാട്യ കച്ചേരിയും അനങ്കക്കിളി നിരവധി വേദികളിൽ അവതരിപ്പിച്ച് ശ്രദ്ധ പിടിച്ചു പറ്റിയിട്ടുണ്ട്. ഓൾ ഇന്ത്യ ഡാൻസ് അസോസിയേഷനിൽ അംഗമാണ്. മധുരൈ മാർഗഴി ഫെസ്റ്റിൽ നാട്യ നക്ഷത്ര പുരസ്കാരം, തിരുവനന്തപുരം അനന്തപുരി ഫെസ്റ്റിൽ നാട്യ ബാലമണി പുരസ്കാരം, നടന കലാശ്രീ, ശാസ്ത്രീയ നൃത്തകലാ സമ്മാൻ പുരസ്കാരം, ബാലപ്രതിഭാ പുരസ്കാരം തുടങ്ങിയ നിരവധി പുരസ്കാരങ്ങൾ നേടിയിട്ടുണ്ട്. 2021 2022 ഒളിമ്പ്യാഡിൽ സ്വർണ്ണ മെഡലുകളും കരസ്ഥമാക്കി. കോഴിക്കോട് നടന്ന ഓൾ ഇന്ത്യ ഡാൻസ് അസോസിയേഷൻ ഫെസ്റ്റിവലിൽ കലാപ്രതിഭാ പട്ടവും നേടി. ഭരതനാട്യത്തോടൊപ്പം സംഗീതത്തിലും ഈ മിടുക്കി മികവ് തെളിയിച്ചിട്ടുണ്ട്. ചെറുപ്പം മുതൽ തന്നെ ഡാൻസിനോട് ഭയങ്കര താല്പര്യം കാണിച്ചിട്ടാണ്. പിന്നെ ഞങ്ങൾക്ക് ഡാൻസ് സ്കൂളാണ്. അപ്പോൾ ഞാനും വൈഫും തന്നെയാണ് ഡാൻസ് കൈകാര്യം ചെയ്യണത്. അപ്പോൾ ഞങ്ങളുടെ കുട്ടികളുടെ ഒപ്പം അവരുടെ ഇടയിൽ കളിച്ച് അതിനോട് കുറച്ചും കൂടി താല്പര്യം കാണിക്കൽ തുടങ്ങിയപ്പോൾ കുറച്ചും കൂടി നമ്മൾ ശ്രദ്ധിക്കാൻ തുടങ്ങി. കുറച്ചൊരു 6 വയസ്സിന് ശേഷമാണ് ദക്ഷിണ വാങ്ങി പഠിപ്പിക്കാൻ തുടങ്ങിയത്. അതിന് മുന്നേ അവൾ കളിക്കും. പിന്നെ സ്കൂളിലെ വിഷയങ്ങളും കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണതിൻ്റെ കൂടുതൽ ഡാൻസ് തന്നെയാണ്. അപ്പോൾ പിന്നെ അവളുടെ ഒരു പ്രൊഫഷണൽ ഡാൻസ് ആവട്ടെ എന്ന് വിചാരിച്ചു. പട്ടാമ്പി ഉപജില്ലാ സ്കൂൾ കലോത്സവ നഗരിയിൽ ഹരിതകർമ്മസേനയ്ക്കുമുണ്ട് റോൾ. മാലിന്യമുക്ത കലോത്സവം എന്ന ആശയത്തിന് ചുക്കാൻ പിടിക്കുന്നത് ഹരിതകർമ്മസേനയാണ്. പട്ടാമ്പി ഉപജില്ലാ സ്കൂൾ കലോത്സവ നഗരിയിൽ ഹരിത പെരുമാറ്റച്ചട്ടം പാലിച്ചുകൊണ്ടുള്ള പ്രവർത്തനങ്ങളാണ് സംഘാടകരുടെ നേതൃത്വത്തിൽ നടക്കുന്നത്. ഇതിന് ചുക്കാൻ പിടിക്കുന്നതാവട്ടെ വിളയൂർ പഞ്ചായത്തിലെ ഹരിതകർമ്മസേനയാണ്. കലോത്സവ നഗരിയിലേക്ക് എത്തുന്നവർ വലിച്ചെറിയുന്ന പ്ലാസ്റ്റിക് കവറുകൾ ഉൾപ്പെടെയുള്ളവ ഇവർ ശേഖരിച്ചു കൊണ്ടുപോകുകയാണ്. പഞ്ചായത്തിലെ 30 അംഗ ഹരിതകർമ്മ സേനാംഗങ്ങൾ കലോത്സവ നഗരിയിൽ സജീവമാണ്. ഭക്ഷണശാലകൾ ഉൾപ്പെടെ കലോത്സവ നഗരിയിലെ മുക്കിലും മൂലയിലും ഹരിതകർമ്മ സേനയുണ്ട്. മാലിന്യങ്ങൾ സംസ്കരിക്കുന്നതുവരെയുള്ള ഘട്ടങ്ങൾ ഇവരുടെ നേതൃത്വത്തിൽ തന്നെയാണ് നടപ്പാക്കുന്നതെന്ന് കോർഡിനേറ്റർ ശങ്കരൻകുട്ടി പറയുന്നു. വെളയൂർ ഗ്രാമപഞ്ചായത്തിൻ്റെ ഹരിതകർമ്മ സേനയാണ് ഈ ദൗത്യം ഏറ്റെടുത്തിട്ടുള്ളത്. 3 സെഗ്മെൻ്റായിട്ടാണ് ഞങ്ങളിത് ചെയ്യുന്നത്. ഒന്ന്, ഭക്ഷണത്തിൻ്റെ വേസ്റ്റ് ശാസ്ത്രീയമായി പരിപാലിക്കുക. അതിന് ഞങ്ങൾ അവലംബിക്കുന്ന മാർഗം കമ്പോസ്റ്റിംഗ് ആണ്. രണ്ടാമത്, ഉപയോഗിച്ച പേപ്പർ ഗ്ലാസ് പോലെയുള്ള സാധനങ്ങൾ റീസൈക്ലിങ്ങിന് അയക്കാനായിട്ട് അത് ക്ലീൻ ചെയ്തെടുത്ത് റീസൈക്ലിംഗ് എത്തിക്കുക. മൂന്നാമത്തത്, ഉത്സവം നടക്കുന്ന വഴിയും ഉത്സവ നഗരിയും വളരെ കൃത്യമായി ഓരോ അരമണിക്കൂർ ഇടവിട്ട് ഹരിതകർമ്മസേന റോന്ത് ചുറ്റുകയും അവിടുത്തെ മാലിന്യങ്ങളെല്ലാം കളക്ട് ചെയ്യുകയും ശുചിത്വപൂർണ്ണമായി നിലനിർത്തുകയും ചെയ്യുക എന്നതാണ് ആ ദൗത്യം.
അങ്ങനെ 3 സെഗ്മെൻ്റായിട്ട് വളരെ മനോഹരമായിട്ടാണ് 30 പേരും ഈ പ്രവൃത്തി ഏറ്റെടുക്കുന്നത്. മാലിന്യമുക്ത കലോത്സവ നഗരിയാണ് സംഘാടകരുടെ ലക്ഷ്യം. ഈ ലക്ഷ്യം വിജയകരമായി നടപ്പാക്കുകയാണ് പഞ്ചായത്തിലെ ഹരിതകർമ്മസേന. ഒപ്പനയുടെ ചുവടുകളും നാടൻ പാട്ടിന്റെ താളവും അവസാന ദിനത്തിലും മേലാറ്റൂർ ഉപജില്ലാ സ്കൂൾ കലോത്സവത്തിൽ ആരവം തീർത്തു. ജനകീയ മത്സര ഇനങ്ങൾ കാണാൻ നിരവധി പേരാണ് അവസാന ദിവസവും ഒഴുകിയെത്തിയത്. അണിഞ്ഞൊരുങ്ങി പുതുനാരിയായി തോഴികൾക്ക് നടുവിലൂടെ മണവാട്ടിയെത്തിയപ്പോൾ വേദിക്ക് മുന്നിൽ മത്സരം വീക്ഷിക്കാൻ എത്തിയ പലർക്കും തങ്ങളുടെ പഴയ കല്യാണ ഓർമ്മകൾ ഒരിക്കൽ കൂടി ഓർമ്മ വന്നിരിക്കണം. ഇമ്പമാർന്ന പാട്ടിന്റെ ഈരടികളാൽ തോഴികൾക്ക് നടുവിലൂടെ ചെറുപുഞ്ചിരിയോടെ പുതുമണവാട്ടി എത്തിയപ്പോൾ അവസാന ദിനത്തിലും സജീവമായി വേങ്ങൂർ AM ഹയർ സെക്കൻഡറി സ്കൂളിൽ നടക്കുന്ന മേലാറ്റൂർ ഉപജില്ലാ കേരള സ്കൂൾ കലോത്സവത്തിന്റെ ഒപ്പനപ്പാട്ടിന്റെ വേദി. മത്സരങ്ങൾ ആരംഭിക്കുന്നതിന് മുൻപ് തന്നെ സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെയുള്ളവരെ കൊണ്ട് സദസ്സ് നിറഞ്ഞിരുന്നു. തിങ്ങി നിറഞ്ഞ സദസ്സിന് മുന്നിൽ മത്സരം അവതരിപ്പിക്കാൻ മത്സരാർത്ഥികൾക്കും ആവേശമായി. വ്യത്യസ്തമായ ഈരടികളാലും താളബോധങ്ങളാലും നാടൻപാട്ടിന്റെ വേദിയും സജീവമായിരുന്നു. വട്ടപ്പാട്ട്, നാടോടി നൃത്തം, സംഘനൃത്തം, മാപ്പിളപ്പാട്ട് തുടങ്ങിയ വിവിധ മത്സരങ്ങളും അവസാന ദിനത്തിൽ നടന്നു. മണ്ണാർക്കാട് നഗരത്തിലെ വൈദ്യുതി തടസ്സം ഒഴിവാക്കാനുള്ള HT ഏരിയൽ ബഞ്ചി കേബിൾ സ്ഥാപിക്കുന്ന ജോലി പുരോഗമിക്കുന്നു. നഗരത്തിലെയും പരിസരങ്ങളിലെയും 45 ട്രാൻസ്ഫോർമറുകളെ കേബിളുമായി ബന്ധിപ്പിക്കുന്ന ജോലിയാണ് നടക്കുന്നത്. 50% ജോലികൾ പൂർത്തിയായി. മണ്ണാർക്കാട് നഗരത്തിനു മാത്രമായി പുതിയ ഫീഡറാണ് ഒരുക്കുന്നത്. കേബിൾ വലിക്കുന്ന ജോലിക്ക് മാത്രമായി 1.07 കോടി രൂപയാണ് ചെലവ് വരുന്നത്. കൂടാതെ സബ്സ്റ്റേഷനിൽ 1 കോടി രൂപയുടെ നവീകരണവും നടക്കുന്നുണ്ട്. നിരന്തരം വൈദ്യുതി മുടക്കം കാരണം വ്യാപാര സ്ഥാപനങ്ങൾ ഉൾപ്പെടെയുള്ള വിവിധ സ്ഥാപനങ്ങൾക്കും മറ്റു ഉപഭോക്താക്കൾക്കും ഉണ്ടാകുന്ന പ്രയാസത്തിന് പരിഹാരം കാണുകയാണ് പദ്ധതിയിലൂടെ ലക്ഷ്യമിടുന്നത്. മണ്ണാർക്കാട് KCB ഓഫീസ് മുതൽ കുന്തിപ്പുഴ വരെയുള്ള 4 കിലോമീറ്ററാണ് വൈദ്യുതി വിതരണത്തിന് കേബിൾ സ്ഥാപിക്കുന്നത്. ഈ പ്രദേശങ്ങളിലെ 45 ട്രാൻസ്ഫോമറുകൾ കേബിൾ ലൈനുമായി ബന്ധിപ്പിക്കും. ഇതോടെ ലൈനിലെ തകരാർ മൂലം വൈദ്യുതി മുടങ്ങുന്നത് ഒഴിവാക്കാനാകും. കേബിൾ ലൈനിലൂടെ വിതരണം ചെയ്യുന്ന വൈദ്യുതി നഗരത്തിൽ മാത്രമായി പരിമിതപ്പെടുത്തും. കോടതി, സിവിൽ സ്റ്റേഷൻ ഉൾപ്പെടെയുള്ള സ്ഥാപനങ്ങളുടെ കണക്ഷൻ ഈ കേബിൾ ലൈനിനു കീഴിൽ വരും. നിലവിലെ ലൈനിൽ നിന്ന് നഗരത്തിലെ ഉപഭോക്താക്കളെ ഒഴിവാക്കുന്നതിലൂടെ കുമരംപുത്തൂർ സബ്സ്റ്റേഷനിലേക്കുള്ള വൈദ്യുതി വിതരണം കാര്യക്ഷമമാക്കാനും കഴിയും. നിലവിലെ HT ലൈനിന്റെ തൂണുകളിലൂടെയാണ് കേബിൾ വലിക്കുന്നത്. ചില സ്ഥലങ്ങളിൽ കൂടുതൽ തൂണുകൾ ആവശ്യമായി വരുന്നുണ്ട്. പദ്ധതി ഏറ്റെടുത്തത് ഒരു കരാറുകാരനാണെങ്കിലും മണ്ണാർക്കാടിന്റെ വൈദ്യുതി ആവശ്യകത ഉൾക്കൊണ്ട് KCB വർക്കുകൾ ചെയ്യുന്ന മേഖലയിലെ എല്ലാ കരാറുകാരും കൂടിയും പ്രവർത്തനങ്ങളിൽ പങ്കാളികളാവുന്നു എന്നതും പ്രത്യേകതയാണ്. കേബിൾ സ്ഥാപിക്കുന്ന ഭാഗങ്ങളിലെ മാത്രം വൈദ്യുതി വിച്ഛേദിച്ചാണ് ജോലികൾ നടത്തുന്നത്. വൈദ്യുതി വിതരണം തടസ്സപ്പെടുന്നത് മൂലമുള്ള പ്രയാസം പരമാവധി ഒഴിവാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഇത്തരത്തിൽ ചെയ്യുന്നത്. 1 മാസത്തിനകം പദ്ധതി പൂർത്തിയാക്കുമെന്ന് അധികൃതർ അറിയിച്ചു. മണ്ണാർക്കാട് താലൂക്ക് ലീഗൽ സർവീസസ് കമ്മിറ്റിയുടെ കീഴിലെ പാരാ ലീഗൽ വോളണ്ടിയർമാർക്ക് 3 ദിവസത്തെ ഓറിയന്റേഷൻ പ്രോഗ്രാം മണ്ണാർക്കാട് ആരംഭിച്ചു. ചെയർമാൻ സ്പെഷ്യൽ കോടതി ജഡ്ജി ജോമോൻ ജോൺ ഉദ്ഘാടനം ചെയ്തു. ലീഗൽ സർവീസ് സൊസൈറ്റിയുടെ പ്രവർത്തനങ്ങളിൽ ആർക്കൊക്കെയാണ് സൗജന്യമായി നിയമസഹായം ലഭിക്കുക, ഏതൊക്കെ വിഷയങ്ങളാണ് ലീഗൽ സർവീസ് സൊസൈറ്റിയുടെ പരിധിയിൽ വരിക തുടങ്ങിയവയെക്കുറിച്ചുള്ള പരിശീലനമാണ് നൽകുന്നത്. അർഹരായവരെ കണ്ടെത്തി നിയമസഹായം ഉറപ്പുവരുത്തണമെന്ന് ഉദ്ഘാടനം ചെയ്ത ജഡ്ജി ജോമോൻ ജോൺ പറഞ്ഞു. ഇവിടെ 3ാം ലിംഗ ആളുകളും നമുക്ക് ചുറ്റും ജീവിക്കുന്നുണ്ട്. അപ്പൊ ആ ട്രാൻസ്ജെൻഡർ ആയ ആളുകൾക്കും സൗജന്യ നിയമസഹായത്തിന് അർഹരാണ്. പിന്നെ ഉള്ള നമ്മൾ കാണുന്ന മറ്റൊരു വിഭാഗം ആളുകളുണ്ട്, ഈ മയക്കുമരുന്നുകൾക്ക് ഇരയായ ആളുകൾ, ഡ്രഗ് അബ്യൂസിന് ഇരകളാക്കപ്പെടുന്ന ആളുകളും സൗജന്യ നിയമസഹായത്തിന് അർഹരാണ്. ഇത്രയും വിഭാഗക്കാരാണ് സൗജന്യ നിയമസഹായത്തിന് അർഹരായവർ എന്ന് നിയമം പറയുന്നത്. തുടർന്നുള്ള ദിവസങ്ങളിലും പരിശീലനം നടത്തും. താലൂക്കിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ളവരെയാണ് വളണ്ടിയർമാരായി തിരഞ്ഞെടുത്തത്. സെക്രട്ടറി അനഘ നേതൃത്വം നൽകി.
കോഴിക്കോട് പാലക്കാട് ദേശീയപാതയിൽ നാട്ടുകൽ മുതൽ ആര്യമ്പാവ് വരെയുള്ള ബസ് ബേകൾ ദീർഘദൂര ചരക്ക് ലോറികളുടെ ഇടത്താവളങ്ങളായി മാറി. ദേശീയപാതയുടെ നവീകരണത്തിന് ശേഷം പുതിയ സ്ഥലങ്ങളിലേക്ക് കാത്തിരിപ്പ് കേന്ദ്രങ്ങൾ മാറ്റിയിരുന്നു. എന്നാൽ ആളുകൾ ഇവയിൽ കയറാറില്ല. ഇതോടെയാണ് ഈ ഭാഗങ്ങളിൽ ലോറികൾ പാർക്ക് ചെയ്യാൻ തുടങ്ങിയത്. ദേശീയപാതയുടെ നവീകരണത്തിന് ശേഷം പഴയ സ്ഥലങ്ങളിലെ പല ബസ് കാത്തിരിപ്പ് കേന്ദ്രങ്ങളുടെ അടുത്തു നിന്നും മീറ്ററുകളോളം മാറ്റിയാണ് പുതിയത് സ്ഥാപിച്ചത്. ഈ ഭാഗങ്ങളിൽ വിശാലമായ ബസ് ബേകളും ഒരുക്കിയിരുന്നു. എന്നാൽ മാറ്റി സ്ഥാപിച്ച മിക്ക കാത്തിരിപ്പ് കേന്ദ്രങ്ങളിലും ആളുകൾ കയറാറില്ല. ആളുകൾ ഇല്ലാത്തിടത്ത് ബസ്സുകൾ എന്തിനു നിർത്തണം? ഉപയോഗിക്കേണ്ടവർ ഇവയെ അവഗണിച്ചപ്പോൾ ദീർഘദൂര ചരക്ക് വാഹനങ്ങൾക്ക് ബസ് ബേകളും കാത്തിരിപ്പ് കേന്ദ്രങ്ങളും അനുഗ്രഹമായി മാറി. എത്ര വലിയ വാഹനങ്ങളും ഇവിടെ നിർത്താം. മറ്റു വാഹനങ്ങൾക്ക് അപകട ഭീഷണിയോ ശല്യമോ ഇല്ല. നാട്ടുകൽ മുതൽ ആര്യമ്പാവ് വരെയുള്ള ഭാഗങ്ങളിൽ ധാരാളമായി ഇത്തരത്തിൽ വാഹനങ്ങൾ നിർത്തിയതായി കാണാം. നാട്ടുകൽ ആശുപത്രിപ്പടി ജംഗ്ഷനിലെയും പാലോട് റോഡിലെയും ബസ് കാത്തിരിപ്പ് കേന്ദ്രങ്ങളിൽ മാത്രമാണ് ആളുകൾ പതിവായി കയറുന്നത്. ഈ ഭാഗങ്ങളിൽ മറ്റു വാഹനങ്ങളും നിർത്തിയിടാറില്ല. ഒരു ഇടവേള കൂടി. വാർത്തകൾ തുടരുന്നു. SKSSF കോട്ടപ്പാടം മേഖലാ സർഗലയം വെള്ളി, ശനി, ഞായർ ദിവസങ്ങളിൽ കോട്ടപ്പാടം MICയിൽ നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. വെള്ളിയാഴ്ച വൈകുന്നേരം 3 മണിക്ക് വിളംബര റാലിയും ഉണ്ടായിരിക്കും. മുൻ മേഖലാ പ്രസിഡന്റ് അമ്പാഴക്കോട് മുഹമ്മദ് അലി ഫൈസിയുടെ ഖബർ സിയാറത്തിന് വാപ്പു ഫൈസി നേതൃത്വം നൽകും. ശേഷം ഹബീബ് ഫൈസി പതാക ഉയർത്തുന്നതോടെയാണ് 3 ദിവസങ്ങളായി നടക്കുന്ന സർഗലയത്തിന് തുടക്കമാവുക. തുടർന്ന് കോട്ടപ്പാടം CH ഓഡിറ്റോറിയം പരിസരത്ത് നിന്ന് വിളംബര റാലി നടക്കും. വിവിധ സെക്ഷനുകളിലായി KC അബൂബക്കർ ദാരിമി, സെയ്ദ് ഹുസൈൻ തങ്ങൾ, മുഹമ്മദ് അലി ഫൈസി കോട്ടപ്പാടം, ഉസ്മാൻ ഫൈസി, കല്ലടി ബക്കർ, ഗഫൂർ കോൽക്കളത്തിൽ, ശശി ഭീമനാട്, റഷീദ് കമാലി, സുഹൈൽ റഹ്മാനി, ഷിഹാബുദ്ദീൻ ആലത്തൂർ, മുർഷിദ് കമാലി, ജലീൽ ഫൈസി, ഷമീർ ഫൈസി, നാസർ ഫൈസി, സമസ്തയുടെ വിവിധ പോഷകഘടകങ്ങളായ SMF, SYS, റൈഞ്ച്, SKMMA അംഗങ്ങൾ എന്നിവർ പങ്കെടുക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. മേഖലാ പരിധിയിലെ 14 യൂണിറ്റുകൾ, 3 ദർസുകൾ അടക്കമുള്ള 350-ലേറെ മത്സരാർത്ഥികളാണ് ഈ പരിപാടിയിൽ മാറ്റുരക്കുന്നത്. മേഖലാ ജനറൽ സെക്രട്ടറി ഹാരിസ് ദാരിമി മാളിക്കുന്ന്, വർക്കിംഗ് സെക്രട്ടറി C സാലിം, V മനാഫ് ദാരിമി, മുസ്തഫ ഫൈസി, റഷീദ് പാറപ്പുറം, V സഫ്വാൻ മുസ്ലിയാർ, N മുസ്തഫ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ലോക പ്രമേഹ ദിനത്തിൽ പെരിന്തൽമണ്ണ IMAയും ടൗൺ ലയൺസ് ക്ലബ്ബും ജില്ലാ ആശുപത്രിയും സംയുക്തമായി പ്രമേഹ ബോധവൽക്കരണ കൂട്ടനടത്തവും സൗഹൃദ ഫുട്ബോൾ മത്സരവും സംഘടിപ്പിച്ചു. പ്രമേഹ രോഗ ബോധവൽക്കരണ പരിപാടികളുടെ ഭാഗമായി പെരിന്തൽമണ്ണ ജില്ലാ ആശുപത്രി പരിസരത്തു നിന്നും നെഹ്റു സ്റ്റേഡിയം വരെയാണ് കൂട്ടനടത്തം സംഘടിപ്പിച്ചത്. IMA പ്രസിഡന്റ് ഡോക്ടർ A സതീഷ് കുമാർ കൂട്ടനടത്തം ഫ്ലാഗ് ഓഫ് ചെയ്തു. IMA പെരിന്തൽമണ്ണ ഘടകവും പെരിന്തൽമണ്ണ ടൗൺ ലയൺസ് ക്ലബ്ബും ഗവൺമെന്റ് ഹോസ്പിറ്റലും സംഘടിപ്പിച്ച കൂട്ടനടത്തത്തിൽ യുവാക്കളും മുതിർന്നവരും സ്ത്രീകളും ഉൾപ്പെടെ നിരവധി പേർ പങ്കെടുത്തു. ജീവിതശൈലി രോഗനിയന്ത്രണ ബോധവൽക്കരണ യോഗവും നടന്നു. കാര്യം തന്നെയുള്ളൂ. അതിന് സാധാരണ നമ്മുടെ വാക്കിന്റെ എക്സർസൈസ് ITS എന്നൊരു വാക്കുണ്ട്. ITS എന്ന് പറഞ്ഞാൽ സാധാരണ നമ്മൾ ചെയ്യുക ഏത് ഇൻഫ്ലമേഷൻ നമ്മൾ പറഞ്ഞൊരു വാക്കാണ് IETIS ചേർക്കുന്നത്. അപ്പൊ അതൊരു സത്യം പറഞ്ഞ ഒരു അസുഖം തന്നെയാണ്. അപ്പോൾ വ്യായാമത്തിന് പ്രാമുഖ്യം കൊടുത്തുകൊണ്ട് ഡയബറ്റീസ് എന്ന രോഗത്തിനെ നമുക്ക് എത്രത്തോളം കുറച്ച് മാറ്റാൻ പറ്റും എന്നൊരു സന്ദേശം കൂടെ നമ്മൾ ഇതിൽ കൂടെ കൊടുക്കാൻ ആഗ്രഹിക്കുന്നു. വ്യായാമത്തിന് മുൻഗണന കൊടുക്കുന്നു. നമുക്ക് 70-നും 100-നും ഇടയ്ക്കാണ് വേണ്ടത്. അത് 100-ന് മുകളിലാണെങ്കിൽ നിങ്ങൾ പ്രമേഹ രോഗിയോ അല്ലെങ്കിൽ പ്രീ ഡയബറ്റീസ് രോഗിയോ എന്ന് പറയും. ആഹാരത്തിന് ശേഷമാണ് നിങ്ങൾ ടെസ്റ്റ് ചെയ്യുന്നതെങ്കിൽ അത് 140-ൽ താഴെയാണ് വേണ്ടത്. 140-നും 200-നും ഇടയിലാണെങ്കിൽ നിങ്ങൾ പ്രീ ഡയബറ്റീസ് എന്നും 200-ന് മുകളിലാണെങ്കിൽ നിങ്ങൾ ഡയബറ്റീസ് രോഗി എന്നും പറയും. അപ്പം അത് നിങ്ങൾക്ക് ചെക്ക് ചെയ്യാവുന്നതാണ്. വ്യായാമ സംസ്കാരം ശീലമാക്കിയാൽ പ്രമേഹവും അനുബന്ധ രോഗങ്ങളും മാറ്റി നിർത്താൻ കഴിയുമെന്ന് യോഗത്തിൽ സംസാരിച്ചവർ അഭിപ്രായപ്പെട്ടു. പെരിന്തൽമണ്ണ ടൗൺ ലയൺസ് ക്ലബ്ബ് പ്രസിഡന്റ് CS സുനിൽകുമാർ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. സൗഹൃദ ഫുട്ബോൾ മത്സരം നഗരസഭാ ചെയർമാൻ P ഷാജി ഉദ്ഘാടനം ചെയ്തു. ലയൺസ് ക്ലബ്ബ് സോൺ ചെയർമാൻ ഡോക്ടർ നയീമുർ റഹ്മാൻ, ഡോക്ടർ ഷാജി ഗഫൂർ, ഡോക്ടർ കൊച്ചു S മണി, ഡോക്ടർ നീലാർ മുഹമ്മദ്, അഡ്വക്കേറ്റ് ബെന്നി തോമസ്, KC ഇസ്മായിൽ, KS രമേശ്, PS ഫസൽ, ജില്ലാ ആശുപത്രി RMO ഡോക്ടർ ദീപക്, ഡോക്ടർ ഷംജിദ്, KR രവി, പത്മനാഭൻ തുടങ്ങിയവർ സംസാരിച്ചു. ഡോക്ടർമാരുടെ നേതൃത്വത്തിൽ ഇറങ്ങിയ IMA ടീമും നഗരസഭാ ടീമും തമ്മിലാണ് സൗഹൃദ ഫുട്ബോൾ മത്സരം നടന്നത്. നഗരസഭാ ചെയർമാൻ P ഷാജി
പ്രതിപക്ഷ നേതാവ് പച്ചേരി ഫാറൂഖ് തുടങ്ങിയവർ നഗരസഭാ ടീമിനു വേണ്ടി കളിച്ചു. സൗഹൃദ ഫുട്ബോൾ മത്സരത്തിൽ നഗരസഭാ ടീം 2-1 വിജയിച്ചു. വാണിജ്യ വാർത്തകൾ. ബ്രൈഡൽ റെന്റൽ വിവാഹ വസ്ത്രങ്ങളുടെയും ജ്വൽസിന്റെയും വിപുലമായ ശേഖരവുമായി വെഡ് ഇന്നിന്റെ രണ്ടാമത്തെ ഔട്ട്ലെറ്റ് ഈസ്റ്റ് ഒറ്റപ്പാലം CC കോംപ്ലക്സിൽ 1-ാം നിലയിൽ പ്രവർത്തനം ആരംഭിച്ചു. സ്ഥാപന ഉടമയുടെ മകൾ സമ അബ്ദുൾ സമദ് ഔട്ട്ലെറ്റ് ഉദ്ഘാടനം ചെയ്തു. വിവാഹ മുഹൂർത്തങ്ങൾ ആഘോഷമാക്കാൻ ഏറ്റവും പുതിയ ട്രെൻഡിംഗ് ബ്രൈഡൽ റെന്റൽ വസ്ത്രങ്ങളുടെയും ജ്വൽസിന്റെയും വിപുലമായ ശേഖരവുമായാണ് വെഡ് ഇന്നിന്റെ രണ്ടാമത്തെ ഔട്ട്ലെറ്റ് ഈസ്റ്റ് ഒറ്റപ്പാലം CC കോംപ്ലക്സിൽ 1-ാം നിലയിൽ പ്രവർത്തനം ആരംഭിച്ചത്. സ്ഥാപന ഉടമയുടെ മകൾ സമ അബ്ദുൾ സമദ് പുതിയ ഔട്ട്ലെറ്റ് ഉദ്ഘാടനം ചെയ്തു. ഒറ്റപ്പാലം യൂണിയൻ ബാങ്ക് സീനിയർ മാനേജർ VM ശിവദാസ്, മാനേജർ M സരിത, നഗരസഭ ഇൻഡസ്ട്രിയൽ ഓഫീസർ രാഹുൽ, വ്യാപാരി വ്യവസായി ഏകോപന സമിതി യൂണിറ്റ് പ്രസിഡന്റ് PP അബ്ദുൽ ലത്തീഫ്, വർക്കിംഗ് പ്രസിഡന്റ് PV ബഷീർ, ട്രഷറർ KT സുരേഷ് ബാബു, വനിതാ വിംഗ് പ്രസിഡന്റ് E പ്രീത, ട്രഷറർ സരസ്വതി, യൂത്ത് വിംഗ് പ്രസിഡന്റ് അഫ്സൽ, സെക്രട്ടറി സുൽഫിക്കർ, ട്രഷറർ നൌഷാദ് എന്നിവരും വിശിഷ്ടാതിഥികളായി. കുടുംബാംഗങ്ങളും മറ്റു സുഹൃത്തുക്കളും ഉദ്ഘാടന ചടങ്ങിൽ സന്നിഹിതരായി. വ്യാപാരി വ്യവസായി ഏകോപന സമിതി യൂണിറ്റ് പ്രസിഡന്റ് PP അബ്ദുൽ ലത്തീഫ് ആശംസ അർപ്പിച്ച് സംസാരിച്ചു. ഒരു വിവാഹത്തിലേക്ക് കടക്കുമ്പോൾ ഏറ്റവും വലിയ സ്വപ്നമാണ് അവർ അണിഞ്ഞൊരുങ്ങുക എന്നുള്ളത്, ഒരു വസ്ത്രസങ്കല്പം എന്നുള്ളത്. അതിനെല്ലാം ഒരു ശാസ്ത്രീയമായിട്ടുള്ള ഒരു പരിഹാരമായിട്ടാണ് ഒറ്റപ്പാലം ഈസ്റ്റ് ഒറ്റപ്പാലത്ത് ഇവരുടെ രണ്ടാമത്തെ ശാഖയായിട്ടുള്ള വെഡ്ഡിങ്, അതായത് വിവാഹ വെഡ്ഡിങ് വസ്ത്രങ്ങളുടെ റെൻ്റലായിട്ട് ഇവർ ഇന്നു മുതൽ ഇവിടെ സംരംഭം കുറിച്ചിരിക്കുകയാണ്. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി എന്നുള്ള നിലക്ക്, ഞാനൊരു നാട്ടുകാരൻ എന്നുള്ള നിലക്കും ഇവർക്ക് എല്ലാവിധ ഭാവുകങ്ങളും ഈ അവസരത്തിൽ നേരുകയാണ്. ഇത് രണ്ടാമത്തെ ശാഖയാണ്. തുടർന്ന് ഇനി വിവിധ മേഖലകളിൽ ഒരുപാട് ശാഖകൾ വളർന്നു വരട്ടെ. പടച്ച തമ്പുരാൻ എല്ലാ രീതിയിലുള്ള എല്ലാവിധ അനുഗ്രഹങ്ങളും ഇവർക്ക് രണ്ടുപേർക്കും കൊടുക്കട്ടെ എന്നുള്ളതും, ഇവരുടെ കയ്യിലൂടെ തന്നെ ഇവിടുത്തെ വിവാഹിതരാകുന്ന ഒരുപാട് ആളുകൾക്ക് അവരുടെ സ്വപ്നങ്ങൾക്കനുസരിച്ചിട്ട് നല്ല രീതിയിലുള്ള വസ്ത്രങ്ങൾ റെൻ്റലായിട്ട് ധരിക്കുവാൻ വലിയൊരു അവസരമാണ് ഒറ്റപ്പാലത്തുകാർക്ക് സൃഷ്ടിച്ചിട്ടുള്ളത്. അതിന് ഒറ്റപ്പാലത്തുകാർക്ക് വേണ്ടിയിട്ടും എല്ലാവർക്കും വേണ്ടിയിട്ടും എല്ലാവിധ നന്ദിയും ഈ അവസരത്തിൽ. ഗ്രൂംസിന് മാത്രമായുള്ള റെന്റൽ വസ്ത്രങ്ങളുടെയും ഫുഡ്വെയറുകളുടെയും മികച്ച കളക്ഷനാണ് വെഡ് ഇന്നിന്റെ ഈസ്റ്റ് ഒറ്റപ്പാലത്തെ ആദ്യ ഔട്ട്ലെറ്റിൽ ഉപഭോക്താക്കൾക്കായി ഒരുക്കിയിരിക്കുന്നത്. ബ്രൈഡലിന് മാത്രമായുള്ള ഫാഷൻ വസ്ത്രങ്ങളുടെയും ജ്വൽസിന്റെയും മികച്ച റെന്റൽ കളക്ഷൻ തന്നെയാണ് വെഡ് ഇൻ രണ്ടാമത്തെ ഔട്ട്ലെറ്റിലും ഉപഭോക്താക്കൾക്കായി ഒരുക്കിയിരിക്കുന്നത്. ബ്രൈഡുകളുടെ വിവിധ മോഡലുകളിലും സ്റ്റൈലുകളിലും ഉള്ള ലെഹങ്കകൾ, ഗൗണുകൾ, ജ്വൽസുകൾ, ബ്രൈഡൽ സ്റ്റിച്ചിങ്, സാരികൾ, കസ്റ്റമൈസേഷൻ തുടങ്ങിയവയാണ് വെഡിനിൽ ഉള്ളത്. മുഗൾ ഡിസൈൻ, പാകിസ്ഥാനി ഡിസൈൻ, പാർട്ടി വെയർ ഗൗണുകൾ എന്നിവയുടെ മികച്ച കളക്ഷൻ തന്നെയാണ് പുതിയ ഔട്ട്ലെറ്റിൽ ഒരുക്കിയിരിക്കുന്നത്.
AD ജുവൽസ്, കുന്തൽ മോഡൽ, ട്രഡീഷണൽ ജുവൽസ്, ആന്റിക് മോഡൽ മാലകളും കമ്മലുകളും വളകളും ഏറ്റവും ചെറിയ നിരക്കിൽ റെന്റലായി ബെഡ് ഇന്നിൽ നിന്നും ലഭിക്കും. $800 മുതൽ $12,000 വരെ വില വരുന്ന വസ്ത്രങ്ങൾ ബെഡ് ഇന്നിൽ ലഭ്യമാണ്. നവംബർ മാസം ബുക്ക് ചെയ്യുന്നവർക്ക് ഉദ്ഘാടനത്തോടനുബന്ധിച്ചുള്ള 20% ഓഫറും ലഭിക്കും. എല്ലാവരുടെയും സഹകരണം പ്രതീക്ഷിക്കുന്നതായി സ്ഥാപന ഉടമകളായ അബ്ദുൾ സമദ്, നജ്മ എന്നിവർ പറഞ്ഞു. വെഡിൻ എന്ന ഞങ്ങളുടെ സ്ഥാപനത്തിന്റെ 2ാമത്തെ ഷോപ്പിന്റെ ഇനോഗ്രേഷൻ ആയിരുന്നു ഇന്ന്. വളരെയധികം സന്തോഷമുണ്ട്. ഇനി വരാൻ പോകുന്ന വധുവരന്മാർക്കുള്ള ഏറ്റവും നല്ല കളക്ഷൻസാണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത്. ഈ ഒരു ഷോപ്പ് എന്ന് പറയുന്നത് വെഡിങ് ഡ്രസ് റെൻ്റൽസിൻ്റെ ഷോപ്പാണ്. ഇത് ബ്രൈഡ്സിന് മാത്രമായിട്ട് ഒരുക്കിയിട്ടുള്ളതാണ്. ഡ്രസ്സ് മാത്രമല്ല, ജ്വൽസ് ഉണ്ട്, അതുപോലെ നിങ്ങൾക്ക് മാച്ചിങ് ആയിട്ടുള്ള ഷോള്, എല്ലാ കാര്യങ്ങളും ഇവിടുന്ന് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാനും പറ്റും. ഇത് കൂടാതെ ഞങ്ങളുടെ ഫസ്റ്റ് സ്ഥാപനം വെഡിങ്, അത് ഗ്രൂംസിനായിട്ടുള്ള ഒരു ഷോപ്പാണ്. സ്യൂട്ട്സ്, അതുപോലെ ഷൂസുകൾ, ഷർട്ടൊക്കെ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം. എല്ലാം നിങ്ങൾക്ക് റെൻ്റലെടുത്ത് നിങ്ങളുടെ കല്യാണ ദിവസം അടിപൊളിയാക്കിയിട്ട് നമുക്ക് ആഘോഷിക്കാൻ പറ്റും. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് കപ്പിൾസിന് വന്ന് പർച്ചേസ് ചെയ്യാൻ പറ്റുന്ന ഒരു വെഡ്ഡിങ് ഹബ്ബായിരിക്കും വെഡ്ഡിങ്. അതുപോലെ നെക്സ്റ്റ് മന്തിൽ ഞങ്ങളുടെ അടുത്തൊരു ഔട്ട്ലെറ്റ്, മൂന്നാമത്തെ ഒരു ഔട്ട്ലെറ്റ് കൊച്ചിയിൽ ഓപ്പൺ ആണ്, ആലുവ കമ്പനിപ്പടിയിൽ. അപ്പോൾ എല്ലാവരുടെയും സഹകരണവും പ്രാർത്ഥനയും ഞങ്ങളുടെ കൂടെ ഉണ്ടാവണം. നാളിതുവരെ എല്ലാവരും തന്ന സഹകരണത്തിനും സഹായത്തിനും എല്ലാത്തിനും നന്ദി. ദ ഡെന്റൽ ലോഞ്ച് കരിങ്കലത്താണി പെരിന്തൽമണ്ണ റോഡിൽ അർബൻ ബാങ്കിന് സമീപം പ്രവർത്തനം ആരംഭിച്ചു. ദന്തപരിചരണ രംഗത്ത് 8 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള വിദഗ്ധരായ ഡോക്ടേഴ്സിന്റെ സേവനമാണ് സ്ഥാപനത്തിലുണ്ടാവുക. പാണക്കാട് നാസർ ഹൈ ശിഹാബ് തങ്ങൾ ദ ഡെന്റൽ ലോഞ്ച് ഉദ്ഘാടനം ചെയ്തു. ദന്തസംബന്ധമായ എല്ലാ വിഷയങ്ങൾക്കും പരിഹാരമുണ്ട് ഇവിടെ. 6ലധികം സ്പെഷ്യാലിറ്റി ചികിത്സാ സൗകര്യങ്ങളൊരുക്കിയാണ് ദി ഡെന്റൽ ലോഞ്ച് കരിങ്കലത്താണിയിൽ വ്യാഴാഴ്ച പ്രവർത്തനം ആരംഭിച്ചത്. പാണക്കാട് നാസർ ഹൈ ശിഹാബ് തങ്ങൾ സംരംഭം ഉദ്ഘാടനം ചെയ്തു. നജീബ് കാന്തപുരം MLA, തച്ചനാട്ടുകര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KPM സലീം, താഴേക്കോട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KP സോഫിയ, വൈസ് പ്രസിഡന്റ് മൊയ്തുപ്പു പിലാക്കൽ തുടങ്ങി സാമൂഹ്യ സാംസ്കാരിക മേഖലകളിലെ പ്രമുഖർ ഉദ്ഘാടന ചടങ്ങിൽ സന്നിഹിതരായി. പ്രൊസീജിയർ റൂമിന്റെ ഉദ്ഘാടനം MLA നിർവഹിച്ചു. പല്ല് വെച്ചുപിടിപ്പിക്കൽ, കുട്ടികളുടെ ദന്തപരിചരണം, ഓറൽ ആൻഡ് മാക്സിലോഫേഷ്യൽ സർജറി, മോണരോഗ ചികിത്സ, റൂട്ട് കനാൽ, പല്ലിൽ കമ്പിയിടൽ തുടങ്ങിയ സ്പെഷ്യാലിറ്റി ചികിത്സകൾ ദി ഡെന്റൽ ലോഞ്ചിലുണ്ട്.
6 മുതൽ 12 വയസ്സ് വരെ പ്രായമുള്ള കുട്ടികൾക്ക് കമ്പിയിടാതെയും ശസ്ത്രക്രിയ നടത്താതെയും പല്ല് പൊങ്ങാതിരിക്കാനുള്ള ഹാബിറ്റ് ബ്രേക്കിംഗ് അപ്ലയൻസസ് ചികിത്സയും, എല്ലിൽ കുടുങ്ങിയ പല്ലുകൾ, മുഴകൾ, പഴുപ്പുകൾ എന്നിവ നീക്കം ചെയ്യുന്ന ഇമ്പാക്ഷൻ ആൻഡ് സർജറിയും, എല്ലിനുള്ളിൽ പല്ല് ഉറപ്പിക്കുന്ന ഇംപ്ലാന്റ് ചികിത്സയ്ക്കുള്ള സൗകര്യവും ഇവിടെ ഉണ്ട്. നിറം മഞ്ഞയായ പല്ലുകൾ നിറം കൂട്ടുവാനുള്ള ടൂത്ത് വൈറ്റനിങ് ചികിത്സയും ദി ഡെന്റൽ ലോഞ്ച് നൽകുന്നു. പല്ലുകളുടെ നിര ക്രമീകരിക്കൽ, മുത്തുകൾ ഒട്ടിച്ചതും ഒട്ടിക്കാത്തതുമായ നൂതന ഓർത്തോഡോണ്ടിക്സ് ചികിത്സ, ഉറപ്പിച്ചു വയ്ക്കുന്ന മെറ്റൽ സെറാമിക് സിർക്കോണി പല്ലുകൾ, പൊട്ടിയ പല്ലുകൾ മെറ്റീരിയൽ വെച്ച് പഴയ രീതിയിലാക്കുന്ന കോമ്പോസിറ്റ് ഫില്ലിംഗ് ചികിത്സ എന്നിവയും ദി ഡെന്റൽ ലോഞ്ചിൽ ചെയ്യുന്നുണ്ട്. പാൽപ്പല്ലുകൾക്കുള്ള വിദഗ്ധ ചികിത്സ, കുട്ടികളിലെ വേര് ചികിത്സ ഉൾപ്പെടെയുള്ള പീഡിയാട്രിക് ചികിത്സകളും ഇവിടെ നൽകുന്നു. രാവിലെ 9 മണി മുതൽ രാത്രി 8 മണി വരെ പ്രവർത്തിക്കുന്ന സ്ഥാപനത്തിൽ 2 ഡോക്ടർമാരുടെ സേവനം ഉണ്ടാകും. മുൻകൂട്ടി ബുക്കിംഗ് ചെയ്യാനുള്ള സൗകര്യവും ഒരുക്കിയിട്ടുണ്ട്. പ്രധാന വാർത്തകൾ വീണ്ടും. പെരിന്തൽമണ്ണ കുന്നപ്പള്ളിയിൽ ഒരു വീട്ടിലെ 2 സ്ത്രീകളുടെ മരണങ്ങൾക്ക് പിന്നിൽ ദുരൂഹതയെന്ന ബന്ധുക്കൾ. ഭാസ്കരൻ എന്നയാളുടെ ആദ്യ ഭാര്യയും രണ്ടാമത്തെ ഭാര്യയുമാണ് തീപ്പൊള്ളലേറ്റ് മരിച്ചത്. സംഭവത്തിൽ സമഗ്ര അന്വേഷണം വേണമെന്നും ബന്ധുക്കൾ. റോഡപകടങ്ങളിൽ 2 മരണം. പാണ്ടിക്കാട് ടിപ്പർ ലോറി ഇടിച്ച് കാൽനടയാത്രക്കാരി മരിച്ചു. 40 വയസ്സുള്ള ഹേമലതയാണ് മരിച്ചത്. അമ്പലപ്പാറ ചുനങ്ങാട് ബൈക്കുകൾ കൂട്ടിയിടിച്ച് യുവാവ് മരിച്ചു. 40-കാരനായ അബ്ദുൽ നാസറാണ് മരിച്ചത്. തൃക്കടിരിയിൽ CPI നേതാവിന്റെ ആത്മഹത്യ, വായ്പാ തിരിച്ചടവ് മുടങ്ങിയതിന് ജപ്തി നോട്ടീസ് വന്നതിന്റെ മനോവിഷമത്തിലെന്ന ബന്ധുക്കൾ. CPI ബ്രാഞ്ച് സെക്രട്ടറിയായ നന്ദകുമാറാണ് കഴിഞ്ഞ ദിവസം ആത്മഹത്യ ചെയ്തത്. ഷൊർണൂർ ഒറ്റപ്പാലം മേലാറ്റൂർ ഉപജില്ലാ കലോത്സവങ്ങൾ സമാപിച്ചു. അവസാന ദിവസവും നടന്നത് ആവേശകരമായ മത്സരങ്ങൾ. പട്ടാമ്പി ഉപജില്ലാ കലോത്സവം വെള്ളിയാഴ്ച സമാപിക്കും. വർദ്ധിച്ചുവരുന്ന വാഹനാപകടങ്ങൾ ഇല്ലാതാക്കാൻ സമൂഹം കൂടുതൽ ബോധവാന്മാരാകണമെന്ന് റോഡ് ആക്സിഡന്റ് ഫോറം സംസ്ഥാന പ്രസിഡന്റ് ഡോക്ടർ KM അബ്ദു. വീട്ടമ്മമാരിലൂടെ ഉൾപ്പെടെ പുതിയ റോഡ് സംസ്കാരം രൂപപ്പെടുത്താനും പ്രചരണ പരിപാടികൾ. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു.